സിവോറയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട നമ്മൾ ബ്രിക്കിൻ്റെതാണ് ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിലും 3 ക്വസ്റ്റ്യൻ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സെക്ഷൻ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ 3 ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് the time required by the molded brick to dry is about എത്ര ടൈമാണ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു 3 ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് ഒരു പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാനത് ആൻസർ പറയുന്ന സമയത്ത് നിങ്ങൾ മാർക്ക് ചെയ്തൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ 1 to 3 days, ഓപ്ഷൻ ബി 3 to 5 days, ഓപ്ഷൻ സി 3 to 10 days, ഓപ്ഷൻ ഡി 5 to 15 days. അല്ലേ, ദ ടൈം റിക്വയർഡ് ബൈ ദ മൗൾഡഡ് ബ്രിക്ക് ടു ഡ്രൈയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആൻസർ മാർക്ക് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ 2 വരുന്നത് ദ ഓവർഗ്രൗണ്ട് കണ്ടിന്യൂസ് കിലൻ ഈസ് കോൾഡ്. ഏത് കിലൻ ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഈ ഒരു ബ്രിക്കിൻ്റെ ബേണിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് കിലണിനെ കുറിച്ച് നോക്കുന്നുണ്ട്. അപ്പം അതിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഓവർഗ്രൗണ്ട് കണ്ടിന്യൂസ് കിലൺ. അല്ലേ, എന്താണ് പേര് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഹോഫ്സ്മാൻസ് കിലൺ, ഓപ്ഷൻ ബി ബുൾസ്ട്രൻസി കിലൺ, ഓപ്ഷൻ സി ടണൽ കിലൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പം ഏതാണെന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് ബ്രിക്ക് ഈസ്. ഓപ്ഷൻ എ 3.2 കിലോഗ്രാം, ഓപ്ഷൻ ബി 4 കിലോഗ്രാം, ഓപ്ഷൻ സി 5 കിലോഗ്രാം, ഓപ്ഷൻ ഡി 5.5 കിലോഗ്രാം. അപ്പം ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യാൻ അറിയുന്നുണ്ടോ നോക്കുക. അറിയാത്തവരെന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ പറയുന്ന ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരും അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളത് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് തന്നെയാണല്ലേ പോവുക. ഓക്കെ, ഏതൊരു ക്വസ്റ്റ്യനും PSCക്ക് വരുന്നത് 1 മാർക്ക് തന്നെയാണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാക്സിമം എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ്റെ സെക്ഷനിൽ നമുക്ക് കുറച്ചുകൂടെ മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്കിൻ്റെ ആ ഒരു പ്രോസസ്സിൽ നിന്നുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ദ ടൈം റിക്വയർഡ് ബൈ ദ മൗൾഡഡ് ബ്രിക്ക് ടു ഡ്രൈയിങ് ഈസ് അബൌട്ട്. എത്ര ഡേയ്സ് എടുക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്കിലുള്ള നമ്മളെ നോർമൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്, ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് മൗൾഡിങ്, പിന്നെ ഡ്രൈയിങ്, പിന്നെ ബേണിങ്, പിന്നെ ബ്രിക്ക് എന്നുള്ള ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുകയാണല്ലേ ചെയ്യുന്നത്. അപ്പം ഇതിൽ സബായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ക്ലേൻ്റെത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയാണ്? അൺസോയിലിംഗ് ഉണ്ട്, ഡിഗ്ഗിങ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, വെതറിങ് ഉണ്ട്, ബ്ലെൻഡിങ് ഉണ്ട്, ടെമ്പറിങ് ഉണ്ട് അല്ലേ. അതിൽ നീഡിങ്ങിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിക്സിങ് ക്ലേ വിത്ത് വാട്ടർ എന്നുള്ളത്. അതിൽ ഗ്രൈൻഡിങ് ക്ലേ വിത്ത് വാട്ടർ ആണെങ്കിൽ പഗ്ഗിങ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയാണ് ഈ ഒരു പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ നിങ്ങൾക്ക് നോക്കേണ്ടത്. പിന്നെ നമുക്ക് മൗൾഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് സെയിം ഒരു ഹാൻഡ് മൗൾഡിങ്, അതുപോലെ തന്നെ മെഷീൻ മൗൾഡിങ് എന്നുള്ളത് സിമ്പിളായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഹാൻഡ് മൗൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടോ ടേബിളിൽ വെച്ചിട്ടോ നമ്മൾ മൗൾഡ് ചെയ്യുന്നതിന്. മെഷീൻ മൗൾഡിലുള്ളതാണ് പ്ലാസ്റ്റിക് ക്ലേയും അതുപോലെ തന്നെ ഡ്രൈ ക്ലേയും അല്ലേ. അപ്പം അതും കൂടെ അറിഞ്ഞിരിക്കുക. പ്ലാസ്റ്റിക് ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ കട്ടായിട്ട് വരുന്നതാണ്, ഡ്രൈ ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്ഡ് ആയിട്ട് വരുന്നതാണ് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കാം. പിന്നെ നമ്മൾ ഡ്രൈയിങ്ങിലേക്ക് വരുന്ന സമയത്ത് മൗൾഡിങ് ഡ്രൈയിങ്ങിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ഇപ്പം നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഡ്രൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ബേൺ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇതിലുള്ള നമ്മൾ ആ ഒരു ക്ലേയിലുള്ള മോയ്സ്ചർ കണ്ടന്റ് 2 to 3% കുറച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് ആക്കേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു ഡ്രൈയിങ് എന്നുള്ളത്. അതിൽ നാച്ചുറൽ ഡ്രൈയും ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഡ്രൈയും ഉണ്ട്. അപ്പോൾ നമ്മളുടെ അടുത്ത് നാച്ചുറൽ ഡ്രൈ എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ 3 to 10 days ആണ് ആ ഒരു ഡ്രൈയിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക.
പിന്നെ ബേണിങ്ങിൻ്റെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ബേണിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്രിക്കിൻ്റെ നമുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് ഇവിടെ കാണുന്ന ഈ ഒരു ബ്രിക്ക് പോലെ നമുക്ക് ആ ഒരു റെഡ് കളറിലുള്ള ഒരു നല്ലൊരു ബ്രിക്ക് അവൈലബിൾ ആവും അല്ലേ, അല്ലെങ്കിൽ നമ്മളത് ഫോം ചെയ്തെടുക്കും അല്ലേ. അപ്പോൾ നമ്മളവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഏതാണ്? 3 to 10 days ആണ്. ദ ടൈം റിക്വയർഡ് ബൈ ദ മൗൾഡഡ് ബ്രിക്ക് ടു ഡ്രൈ ഈസ് അബൌട്ട് 3 to 10 days ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് ഡ്രൈയിങ് പ്രോസസ് ഓഫ് മൗൾഡഡ് ബ്രിക്ക്. അപ്പോൾ അതിൻ്റെ സ്മോൾ എക്സ്പ്ലനേഷനും ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. മൗൾഡഡ് ബ്രിക്ക് ജനറലി ടേക്ക് അബൌട്ട് 3 to 10 days ടു ഡ്രൈ കംപ്ലീറ്റ്ലി അണ്ടർ നാച്ചുറൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ബിഫോർ ദേ ആർ റെഡി ഫോർ ബേണിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബേണിങ്ങിൻ്റെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നതാണ്. അപ്പം ബേണിങ്ങിന് മുന്നേ ആയിട്ട് നമ്മൾ എത്ര ഡേയ്സ് ആണ്? 3 to 10 days ആണ് നാച്ചുറൽ ഡ്രൈയിങ്ങിന് എടുക്കുന്നത് നല്ലത്. അപ്പം നോട്ട് ചെയ്ത് വെക്കുക 3 to 10 days. അപ്പം ഫ്രഷ്ലി മൗൾഡഡ് ബ്രിക്ക് ഇതേപോലെ ഉണ്ടാവും. അതിന് നമ്മൾ ആഫ്റ്റർ 1 to 3 days ഡ്രൈയിങ്ങിൽ ഈ ഒരു ഫോം ആയിരിക്കും ഉണ്ടാകും. ആഫ്റ്റർ 3 to 10 days ആണെങ്കിൽ വെൽ ഡ്രൈഡ് ആയിട്ടുള്ള ബ്രിക്ക് ആയിരിക്കും. അത് റെഡി ഫോർ ബേണിങ്ങിന് നമ്മൾ സെറ്റാക്കി വെക്കുന്നതായിരിക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ഓവർഗ്രൗണ്ട് കണ്ടിന്യൂസ് കിലൻ ഈസ് കോൾഡ്. അപ്പം അതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ബേണിങ്ങിൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ. ബേണിങ്ങിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ബേണിങ് റിലേറ്റ് ചെയ്തിട്ട് ക്ലാമ്പ് ബേണിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ കിലൻ ബേണിങ്ങും ഉണ്ട്. ക്ലാമ്പ് ബേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ചെയ്തിട്ടുള്ള പോലെ അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് ഈ ഒരു ക്ലാമ്പ് ബേണിംഗ് എന്ന് പറയുന്നത്. ചീപ്പ് ആൻഡ് എക്കണോമിക്കലാണ്, വെരി സ്ലോ പ്രോസസ്സാണ്, ക്വാളിറ്റി നോട്ട് യൂണിഫോം ആയിരിക്കും അല്ലേ. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് ബ്രിക്ക് ഇടും, എന്നിട്ട് തീ ഇടാണ് ചെയ്യുന്നത്. അപ്പം അതിൽ തീ നമുക്കൊരിക്കലും മാനേജ് ചെയ്യാൻ പറ്റും, അതായത് ഒരു യൂണിഫോം ആയിട്ട് എല്ലാ ബ്രിക്കിലേക്കും എത്തിക്കുക എന്നുള്ളൊരു കാര്യം പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവിടെ യൂണിഫോം ക്വാളിറ്റി ആയിരിക്കില്ല ഉണ്ടാവുക. ഫയർ കനോട്ട് ബി റെഗുലേറ്റഡ്, അതുപോലെ തന്നെ ബ്രിക്ക് നോട്ട് ഓഫ് റെഗുലർ ഷേപ്പ് ആയിരിക്കും എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കാം. അതാണ് ഈ ഒരു ക്ലാമ്പ് ബേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു നമ്മളെ ബ്രിക്കിനെ ബേൺ ചെയ്യുന്നത് അല്ലേ. നമ്മൾ കുറച്ചുകൂടെ ഡ്രൈയിങ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യമാണ് നോക്കേണ്ടത്. പിന്നെ നമ്മൾ കിലൻ ബേണിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ബട്ട എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം ആ ഒരു ബട്ട ബേണിങ്ങിൻ്റെ ലാർജ് സൈസ് ബ്രിക്കിനെ നമുക്ക് ബേൺ ചെയ്യേണ്ടിയിട്ട് നമുക്ക് കിലൻ ബേണിങ് യൂസ് ചെയ്യാൻ പറ്റും. കിലൻ മേ ബി ഇന്റർമിറ്റൻറ്റ് ഓർ കണ്ടിന്യൂസ് എന്നുള്ളതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാലും ഇന്റർമിറ്റൻറ്റ് കിലനും ഉണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് കിലനും ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർമിറ്റൻറ്റ് കിലൻ ആണെങ്കിൽ സപ്ലൈ ഓഫ് ബ്രിക്ക് നോട്ട് യൂണിഫോം ആയിരിക്കും. ബട്ട് കണ്ടിന്യൂസ് കിലൻ ആണെങ്കിൽ അവിടെ ലോഡിങ്, ഫയറിങ്, കൂളിങ്, അൺലോഡിങ് ക്യാരിഡ് ഔട്ട് സൈമിൾട്ടേനിയസ്ലി ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രോസസ്സായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരുള്ള പോലെ തന്നെ, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിലുള്ള പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അതൊന്നും ഇങ്ങനെ ഓവറായിട്ടില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ. ബട്ട് നമുക്ക് നെക്സ്റ്റ് വെറൈറ്റീസ് ഓഫ് കിലൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുള്ളതാണ് ബുൾസ്ട്രഞ്ച് കിലൻ, ഹോഫ്മാൻസ് കിലൻ, ടണൽ കിലൻ. ഓക്കെ, അതിൽ ബുൾസ്ട്രഞ്ച് കിലൻ ആണ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ബുൾസ്ട്രഞ്ച് കിലൻ ആണ്. അതുപോലെ തന്നെ റെക്ടാങ്കുലർ, സർക്കുലർ ഓർ ഓവൽ ഇൻ ട്രെഞ്ച് ഫുള്ളി ഓർ പാർഷ്യലി അണ്ടർഗ്രൗണ്ട് ആണ്. അപ്പം അത് നോട്ട് ചെയ്ത് വെക്കുക. ഫുള്ളി ഓർ പാർഷ്യലി അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുൾസ്ട്രഞ്ച് കിലൻ ആണ്. അപ്പം അത് എടുത്തു പറയാനുള്ള കാരണം അത് എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ ഹോഫ്മാൻസ് കിലൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ട് ഓവർഗ്രൗണ്ട് ആണ് കേട്ടോ. ഓവർഗ്രൗണ്ടിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ഓവർഗ്രൗണ്ടിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഹോഫ്മാൻസ് കിലൻ ആണ്. അതുപോലെ തന്നെ ഹോഫ്മാൻസ് കിലനെ നമ്മൾ ഫ്ലെയിം കിലൻ എന്നും കൂടെ പറയും. ആൾട്ടർനേറ്റീവ് നെയിം ഉണ്ടെങ്കിൽ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ടണൽ കിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻ ദ ഫോം ഓഫ് ടണൽ. ഇവിടെ നിങ്ങൾ അറിയാലോ, നമ്മളൊരു ടണൽ പോലെ ഇങ്ങനെ ഫോം ആയിട്ടുള്ള ഒരു കിലനെയാണ് ടണൽ കിലൻ എന്ന് പറയുന്നത്. റോ ബ്രിക്സ് ഓൺ ട്രോളി മൂവ് ഫ്രം വൺ എൻഡ് ടു അതർ അല്ലേ. നമ്മളൊരു ട്രോളിയിൽ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഈ ഒരു ബ്രിക്കിനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു കാര്യം ക്ലിയർ ആയല്ലോ. വെറൈറ്റീസ് ഓഫ് കിലനിൽ ബുൾസ്ട്രഞ്ച്, ഹോഫ്മാൻസ്, ടണലാണ് വരുന്നത്.
അതിൽ ബുൾ സ്ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഹോഫ്മാൻസ് ഓവർ ഗ്രൗണ്ട് ആണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാലും മതി കേട്ടോ. ബുൾ സ്ട്രെഞ്ചോ ഹോഫ്മാനോ ഓവർ ദ ഗ്രൗണ്ട് എന്ന് പറയും. മറ്റേത് നിങ്ങൾക്ക് ഓൾറെഡി കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ, ഫുൾ ഓർ പാർഷ്യലി അണ്ടർഗ്രൗണ്ട് എന്നുള്ളത്. ഓവർ ഗ്രൗണ്ട് ഹോഫ്മാൻസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഓവർ ഗ്രൗണ്ട് കണ്ടിന്യൂസ് കിലൻ ഈസ് കോൾഡ്. ഏതാണ്? ഹോഫ്മാൻസ് കിലൻ ആണ് വരുന്നത്. അപ്പം ആൻസർ ക്ലിയർ ആയല്ലോ. ഹോഫ്മാൻസ് കിലന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ പെർമനന്റ്ലി കണ്ടിന്യൂസ് ഓവർ ഗ്രൗണ്ട് കിലൻ യൂസ്ഡ് ഫോർ ബേണിംഗ് ബ്രിക്ക്. Whereas full trench kiln is typically constructed underground or partially in a trench എന്നുള്ളത് ഓർത്ത് വെക്കാം. പിന്നെ ഇവിടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒക്കെ കാണിച്ചിട്ടുണ്ട്, അതൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ പിക്ചറൊക്കെ വെച്ച് നിങ്ങൾക്ക് കാര്യങ്ങളൊന്ന് മൈൻഡിലേക്ക് കയറി കിട്ടേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് എ ബ്രിക്ക് ഈസ് ഏതാണ്? അത് ഈ ഒരു വാല്യൂ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. 3.2 കിലോഗ്രാം എന്നുള്ളത്, അല്ലെങ്കിൽ 3 to 3.5 kg എന്നുള്ള ഒരു റേഞ്ച് പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ എന്നുള്ള രീതിയിൽ പഠിക്കുകയാണെങ്കിൽ 3.2 എന്നുള്ളത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബ്രിക്കിൻ്റെ സൈസ് എത്രയാണ് വരുന്നത്? 90/190 mm ആണ് കേട്ടോ. MM-ലുള്ളതും സെൻറ്റിമീറ്ററിലേക്കുള്ളതും കറക്റ്റ് നോക്കിയിട്ട് പഠിച്ചു വെക്കുക. അപ്പം ഒരു ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എങ്ങനെയാണ് എന്നുള്ളതും, അതായത് സ്റ്റാൻഡേർഡ് സൈസ് സെൻറ്റിമീറ്ററിൽ വരികയാണെങ്കിൽ 19/9/9 എന്ന് വരും. മറിച്ച് നമ്മളിപ്പോൾ സെൻറ്റിമീറ്റർ ആണ് കേട്ടോ, 190/90/90 mm എന്ന് വരും. ഇവിടെ നമുക്ക് MM-ലാണല്ലേ നമുക്കുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു വെയിറ്റ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡേർഡ് ബ്രിക്കിൻ്റെ വെയിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 to 3.5 കിലോഗ്രാം ആയിരിക്കണം അതിൻ്റെ ആ ഒരു റേഞ്ച് വരേണ്ടത്. സിംഗിൾ വാല്യൂ പറയുകയാണെങ്കിൽ 3.2 കിലോഗ്രാം എന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം ഏരിയാസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.